നാളെ ഈ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? അതായത് ഈ സമരത്തിൻ്റെ ആദ്യം മുതൽ തന്നെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. SFIയുടെ സഹായം ഉൾപ്പെടെ CJP ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള പിന്തുണ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI കൊടുക്കുകയും ചെയ്തിരുന്നു. വിവിധ മാധ്യമങ്ങളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടും ഇന്ന് കഴിഞ്ഞ 2 ദിവസത്തെ മാധ്യമ റിപ്പോർട്ടിങ്ങിൽ അത് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ SFI തീരുമാനിച്ചിരിക്കുന്നത് ഇന്നും നാളെയുമായി രാജ്യവ്യാപകമായി ഒരു വിക്ടറി ഡേ, അതായത് ഈ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, വിദ്യാർത്ഥി സമരത്തിൻ്റെ വിജയമാണ്. പല നിലയിൽ ഈ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ പോലീസിനെ ഉപയോഗിച്ച് സംഘപരിവാർ ശ്രമിച്ചപ്പോഴും BJP ശ്രമിച്ചപ്പോഴും അതിലൊന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ സമരവീര്യത്തിൻ്റെ വിജയം രാജ്യവ്യാപകമായി തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ ആചരിക്കാൻ വേണ്ടി, ആഘോഷിക്കാൻ വേണ്ടി ഒരു സമരവിജയമാണല്ലോ. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൽ പങ്കാളിയായി ക്രൂരമർദ്ദനമേറ്റവർ, ഈ സമരത്തിൻ്റെ ഭാഗമായവർ, ഈ സമരത്തിന് നേതൃത്വം നൽകിയവർ, അവരെ എല്ലാവരെയും കൂടെ സ്വീകരിക്കുക, ആ സമര നേതൃത്വത്തിന് അംഗീകാരം നൽകുക എന്നുകൂടിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ സുർജിത് ഭവനിൽ വെച്ച് 10,000 വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി ഇവിടെ സംഘടിപ്പിക്കും. ഇടത് യുവജന സംഘടനകൾ ഉൾപ്പെടെ DYFI ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു സമരൈക്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. രാജ്യവ്യാപകമായി ഈ സമരത്തെ ആഘോഷിക്കും. വരാൻ പോകുന്ന സമര പോരാട്ടങ്ങൾക്ക് ഊർജ്ജമായി മാറിയ ഒന്നാണ് ഇതിപ്പോൾ. കേവലം ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയോടുകൂടി അവസാനിക്കുന്ന ഒരു സമരമല്ല. ഈ സമരം രാജ്യവ്യാപകമായി മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. രാജ്യവ്യാപകമായി മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി അതിൻ്റെ പരിണിത ഫലങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്തുകൾ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ സ്കൂളുകൾ പൂട്ടപ്പെടുന്നു. രാജ്യത്തെ കേന്ദ്ര സർവകലാശാലയെ തകർക്കാൻ വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഈ വരാൻ പോകുന്ന ഘട്ടത്തിൽ ഉയർന്നു വരും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടുക, അതൊരു പ്രധാനപ്പെട്ട ആവശ്യം ആദ്യം മുതൽ തന്നെ SFI വെച്ചതാണ്. അത് പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം കൂടി ഇതിൻ്റെ ഭാഗമായി തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടാവും.